ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് വരെ നമ്മൾ എല്ലാവരും പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ജെൻസി തലമുറയ്ക്കോ അല്ലെങ്കിൽ നമുക്കോ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു താല്പര്യവുമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് ഇവർക്ക് പ്രത്യേകിച്ച് യോജിപ്പൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, ഇവർക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമല്ല, അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല, ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പോൾ ജെൻസി തലമുറയെ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ഈ തലമുറയെ എല്ലാവരും വേറെ പോലെയാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റി ഏകദേശ ധാരണ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഈ അടുത്തിടെ നടന്ന ഒരു പ്രൊട്ടസ്റ്റാണ് CJP പ്രൊട്ടസ്റ്റ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അഭിജിത്ത് ദീപ്തി എന്ന് പറയുന്ന ആ ആളുടെ നേതൃത്വത്തിൽ രാജ്യത്തെ യുവാക്കളെല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഒരു പ്രൊട്ടസ്റ്റാണ്, നീതിക്ക് വേണ്ടി നടത്തിയ ഒരു പ്രൊട്ടസ്റ്റാണ്. അത് വലിയ വിജയമായിരുന്നു. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള ഒരു സമരങ്ങൾ ഒക്കെ നടക്കുമ്പോൾ സമരങ്ങൾ ആവശ്യമല്ലേ? സത്യത്തിൽ നാട്ടിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ആവശ്യമല്ലേ? സമരങ്ങൾ ആവശ്യമല്ലേ എന്നതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മൾ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് വരെ നമ്മൾ എല്ലാവരും പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ജെൻസി തലമുറയ്ക്കോ അല്ലെങ്കിൽ നമുക്കോ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു താല്പര്യവുമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് ഇവർക്ക് പ്രത്യേകിച്ച് യോജിപ്പൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, ഇവർക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമല്ല, അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല, ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പോൾ ജെൻസി തലമുറയെ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ഈ തലമുറയെ എല്ലാവരും വേറെ പോലെയാണ് കണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ ഈ പ്രൊട്ടസ്റ്റിനെ വളരെ സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയ ഏത് തലമുറയിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പണ്ട് സമരം ചെയ്ത പോലത്തെ സമരമാവണം ഇത് എന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ ബുദ്ധിമുട്ട് അഡ്രസ്സ് ചെയ്യാൻ തോന്നുന്നത് ആ രീതിയിൽ നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് പല രീതിയിലായിരിക്കാം. അത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴാണ് നടക്കുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഈ ഒരു ജോൺറയിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ പാട്ടുപാടിയായിരിക്കും നമ്മുടെ പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. പക്ഷെ അതൊക്കെ കണ്ടിട്ട് പല ആളുകളും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണോ ഒരു സമരത്തെ കാണേണ്ടത്? ഇത്ര സീരിയസ്നെസ് ഇല്ലാതെയാണോ ഒരു സമരത്തെ കാണുന്നത്? എല്ലാ സമരങ്ങളും നമ്മൾ കരഞ്ഞും പ്രശ്നം ഉണ്ടാക്കിയും കാണേണ്ട സമരങ്ങളാണെന്ന് ആരാ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെ കാണുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ പ്രൊട്ടസ്റ്റ് എങ്ങനെ വേണമെന്നും അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടമില്ലായ്മ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നും നമ്മളാ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയാ കാണിക്കാൻ തോന്നുന്നെങ്കിൽ അതാണ് പ്രൊട്ടസ്റ്റ്. അപ്പം നമ്മൾ അങ്ങനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിപ്പോ വിജയിച്ചു അല്ലെങ്കിൽ നമുക്കതിന് വേണ്ട നീതിയും ന്യായവും കിട്ടാൻ പോകുന്നു, കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് ആ പ്രൊട്ടസ്റ്റിന്റെ ഒരു വിജയം തന്നെയാണ്. നമ്മൾ കണ്ടതാ CJPയുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് 3-4 വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ വരെ അവിടെ ഉണ്ടായിരുന്നു. അവരവിടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു, അവരവിടെ പടം വരച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ അവരുടെ അച്ഛനോ അമ്മയോ അവരുടെ പേരൻസ് ആരും ആയിക്കോട്ടെ, അവരുടെ കുട്ടികൾ വളർന്നു വരികയാണ്, അവരുടെ കുട്ടികൾക്ക് പഠിക്കണം, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം, നമുക്ക് എല്ലാവർക്കും അത് ആവശ്യം. പക്ഷെ അത് പറയുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള ഇഷ്ടക്കേടാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴും പ്രശ്നമാണ്. നമ്മളൊരു പാർട്ടിയോടുള്ള ഇഷ്ടക്കേടല്ല അവിടെ പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിയോടുള്ള ഇഷ്ടക്കേടല്ല അവിടെ തുറന്നു പറയാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാവുന്ന ഒരു ബാഡ് പ്രശ്നം അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു വീഴ്ചയെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമ്മളൊരു പാർട്ടിക്കെതിരാണെന്ന് പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.